ഇനി പൂരം പൊടിപൂരം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് പൂരം പൊടിപൂരം. Sponsored by Dhanalakshmi Hire Purchase and Leasing Limited. Call 9188606060. brought to you by Melka Finance and Leasing, merging dedication and trust. in association with ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. KSFE സ്വർണ്ണ പണയ വായ്പ, മനുഷ്യപറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. കോപ്രോ കോക്കനട്ട് ഓയിൽ, പരിശുദ്ധിയിൽ സമാനതകളില്ല. ഒരു വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തൃശൂർ പൂരലഹരിയിലേക്ക്. പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തുക. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും. ഓരോ വിഭാഗത്തിനുമായി 2000 കിലോ വീതമാണ് പൊട്ടിക്കാനുള്ള അനുമതി. പൂരനഗരിയിൽ നിന്നും എബി തോമസും അജി കുഞ്ഞുമോനും ചേരുന്നുണ്ട്. ആദ്യം എബി, തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ആതിര, തൃശ്ശൂർ പൂരം അതിൻ്റെ മുഴുവൻ ആവേശങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ പൂരനഗരിയിൽ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആതിര പറഞ്ഞതുപോലെ തന്നെ ആദ്യം തിരുവമ്പാടി വിഭാഗം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തും. വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് കൃത്യമായും ഈ പൂരത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള വിസ്മയങ്ങളാണ് അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൃത്യമായി നൽകുന്നതായിരിക്കും ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആവേശത്തോടു കൂടി തന്നെ ആളുകളെല്ലാം ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റിലുമുള്ള കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇത് വളരെ നേരത്തെ തന്നെ ഏതാണ്ട് ഉച്ച കഴിയുമ്പോൾ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം, അതായത് സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഓരോ കെട്ടിടങ്ങളിലെയും മുകളിലേക്ക് ഇങ്ങനെ കയറി എത്തിക്കൊണ്ട് ആ രീതിയിൽ തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പൂരത്തിനെ വരവേറ്റിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം ഇത്തരത്തിൽ പൂരം ഈ ഒരു ആവേശം നമുക്കെല്ലാവരിലും ഈ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുന്ന നിലയിൽ, അതായത് ഇനിയിപ്പോൾ നാളെയാണ് പൂരത്തിൻ്റെ വിളംബരം ഉണ്ടാവുക. അത്തരത്തിൽ ഇന്നിപ്പോൾ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടോട് കൂടി തന്നെ ഈ പൂരത്തിൻ്റെ മുഴുവൻ ഒരു ആവേശത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ കെട്ടിടങ്ങളിലെയും മുകളിൽ കയറി നിന്ന ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതായത് ഉച്ചയ്ക്ക് ശേഷം തന്നെ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ സ്വരാജ് റൗണ്ടിൻ്റെ ഓരോ കെട്ടിടങ്ങളിലെയും മുകളിൽ അവരവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സ്വരാജ് റൗണ്ട് പൂർണ്ണമായും തന്നെ പോലീസിന്റെ സുരക്ഷയിലാണ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ ആ നിലയ്ക്ക് ഉള്ള സുരക്ഷാ ക്രമീകരണം എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പൂരം സംഘടിപ്പിക്കുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പരിശോധനകളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ സാമ്പിൾ വെടിക്കെട്ടിലും നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള ഈ വന്ദേ ഭാരത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും വാർത്തകളിലും എല്ലാവരുടെയും ചർച്ചകളിലൊക്കെ സജീവമായിരുന്ന ഒരു വിഷയമായിരുന്നു. ഈ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ മാനത്ത് വലിയ രീതിയിലുള്ള വിസ്മയങ്ങൾ തീർക്കുന്ന തരത്തിലേക്ക് ഈ സാമ്പിൾ വെടിക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പൂരം വെടിക്കെട്ടിൻ്റെ ഒരു സാമ്പിൾ എന്ന നിലയിൽ തന്നെ അതിൻ്റെ എല്ലാ ഏതാണ്ട് വിസ്മയങ്ങളുടെയും ഒരു ചെറുമധുരം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ വലിയ പൂരത്തിൽ അല്ലെങ്കിൽ പൂരം വെടിക്കെട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള സംഗതികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സാമ്പിൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വന്ദേ ഭാരത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു രോമാഞ്ചം സിനിമ. ആ സിനിമ ഉൾപ്പെടെ ഈ വെടിക്കെട്ടിൽ ഒരു വിസ്മയമായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുള്ള സൂചനകളൊക്കെ തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് നിലയ്ക്കാണ് ആകാശത്ത് വിരിയാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ആകാംക്ഷയോട് കൂടി തന്നെയാണ്. ഒപ്പം തന്നെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി അല്ലെങ്കിൽ ഒരു വിസ്മയ കാഴ്ചയായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയുന്ന റെഡ് ലീഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകും. ഒപ്പം തന്നെ ഫ്ലാഷ്, സൂര്യകാന്തി, പരമ്പരാഗത നിലയാമട്ടുകളൊക്കെ തന്നെ അതൊക്കെ പല കാലങ്ങളിലായി തന്നെ പരമ്പരാഗതമായി തന്നെ കാണുന്ന സംഭവങ്ങളാണ്. പക്ഷേ
അതിൻ്റെ എല്ലാത്തിലും ഓരോന്ന് അവതരിപ്പിക്കുമ്പോൾ അതിനെല്ലാം തന്നെ ഒരു പുതുമ. ഓരോ വർഷങ്ങളിലും ഈ പാറമേക്കാവും തിരുവമ്പാടി ദേവസ്വങ്ങൾ അവരുടെ ഓരോന്നിലും, അതായത് ഈ വെടിക്കെട്ടിൽ മാത്രമല്ല കുടമാറ്റത്തിലാണെങ്കിൽ പോലും വിസ്മയങ്ങൾ നിരവധി ഒരുക്കുന്ന വിസ്മയങ്ങളുടെ ഒരു കൂടിക്കാഴ്ച തന്നെയായിട്ട് നമുക്ക് ഈ പൂരത്തെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഒരു മനുഷ്യ പ്രയത്നത്തിൻ്റെയൊക്കെ ഒരു വലിയ ഒരു ഏറ്റവും ഫലവത്തായ രീതിയിൽ മനുഷ്യ പ്രയത്നത്തിൻ്റെ ഒരു സംഗതി തന്നെയായിട്ടാണ് ഇതിനെ അടയാളപ്പെടുത്തുന്നത്. മഴയെക്കുറിച്ചുള്ളൊരു വലിയ ആശങ്കയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ആകാശത്ത് ഏതാണ്ടൊക്കെ ഒരു നേരിയ തോതിലുള്ള മഴക്കാരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ മാറി ആ ഒരു ഇത് ഏറ്റവും ഭംഗിയായി തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലും ആ ഒരു പ്രത്യാശയിലും ഒക്കെ തന്നെയാണ് എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ചമയ പ്രദർശനം എന്ന് പറയുന്നത്. ഈ ചമയ പ്രദർശനം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. 2 ദേവസ്വങ്ങളുടെ, അതായത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെ ചമയ പ്രദർശനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഏതാണ്ട് 11 മണി വരെ അത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയും ഇന്നത്തെ ഈ തിരക്കൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ 12 മണി വരെയും അത് തുടരുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. എന്നാലും അതിന് വേണ്ടിയിട്ടൊക്കെ അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു പ്രവാഹം തന്നെ നമുക്ക് ഈ തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലായത്. ഇത് തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പൂരമായിട്ട് അല്ല. ഈ പൂരം കാണുന്നതിന് വേണ്ടിയിട്ടും ഇതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയിട്ടും അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പൂരത്തെ പൂരങ്ങളുടെ പൂരം എന്ന നിലയിൽ തന്നെ വിളിക്കുന്നതും അതിൻ്റെ മുഴുവൻ പ്രാധാന്യവും മുഴുവൻ ഭംഗിയും മുഴുവൻ സൗന്ദര്യവും എല്ലാം ചാലിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ തൃശ്ശൂർ പൂരം ഇത്തവണയും ഏതാണ്ട് അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, തൃശ്ശൂർ പൂരലഹരിയിലേക്ക് പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? അതുപോലെ തന്നെ ജനപ്രവാഹം തന്നെ തൃശ്ശൂർ നഗരിയിൽ പൂരം സാമ്പിൾ വെടിക്കെട്ട് കാണാൻ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആയി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം അവരുടെ ഒരു ഉത്സവം തന്നെയാണ്. ആ തൃശ്ശൂർ പൂരത്തിന് ആരംഭം കുറിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടോടുകൂടെ തന്നെയാണ്. സാമ്പിൾ വെടിക്കെട്ടിന് പാറമേക്കാവും തന്നെ തിരുവമ്പാടിയും തമ്മിലുള്ള ഒരു മത്സരം ഈ സാമ്പിൾ വെടിക്കെട്ടോടുകൂടെ തന്നെ തുടങ്ങും. ഈ ചമയ പ്രദർശനമാണെങ്കിലും തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ചമയ പ്രദർശനവും അത്തരത്തിൽ തന്നെ സസ്പെൻസുകൾ നിറഞ്ഞതായിരിക്കും. ഈ ചമയ പ്രദർശനം, സാമ്പിൾ വെടിക്കെട്ട്, ഈ രണ്ടിലൂടും കൂടെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2022 മഴ മൂലം ഈ സാമ്പിൾ വെടിക്കെട്ട് ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് വിവിധ ബിൽഡിങ്ങിന്റെയൊക്കെ കെട്ടിടങ്ങളുടെയൊക്കെ പുറത്ത് തമ്പടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനും നിൽക്കുന്നത് തൃശ്ശൂരെ ഒരു പ്രമുഖ ഹോട്ടലിന്റെ ഏറ്റവും ഉയർന്ന 12 നിലയുള്ള ഒരു ഹോട്ടലിന്റെ മുകളിലാണ് ഞാനും നമ്മുടെ ക്യാമറ സംഘവും അടക്കം നിൽക്കുന്നത്. അതും പ്രേക്ഷകരിലേക്ക് വളരെ മനോഹരമായി തന്നെ ഈ വെടിക്കെട്ടിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെയും ലക്ഷ്യം. അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ ഇവിടെ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇതിലൂടെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും സസ്പെൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. കാരണം ഏതൊക്കെ തരത്തിലുള്ള വിസ്മയങ്ങളാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രത്യേകത. ഈ സാമ്പിൾ വെടിക്കെട്ട് വിലയിരുത്തിയാണ് ആളുകൾ ഏറ്റവും അവസാന ദിവസം നടക്കുന്ന പ്രധാന വെടിക്കെട്ട് എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തുന്നത് ഈ സാമ്പിൾ വെടിക്കെട്ടിന് ശേഷമായിരിക്കും. എല്ലാ വർഷവും തിരുവമ്പാടിയുടെയും ഒപ്പം തന്നെ പാറമേക്കാവുകളുടെയും സസ്പെൻസുകൾ ഈ വെടിക്കെട്ടിലും നിറഞ്ഞു നിൽപ്പുണ്ട്. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയൊക്കെ പരിശോധനകൾക്ക് ശേഷം അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ വെടിക്കെട്ടിന് തിരി കൊളുത്തി ആ വെടിക്കെട്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും വ്യത്യസ്ത നിലയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണ്, വിസ്മയങ്ങൾ തന്നെയാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്. അത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ തടിച്ചു കൂടാറുണ്ട്. അത് തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള മലയാളികളെല്ലാം തന്നെ തൃശ്ശൂർ പൂര സമയത്ത് ഇവിടെ തടിച്ചു കൂടും. അതുതന്നെയാണ് കഴിഞ്ഞ ബുള്ളറ്റിനുകളെല്ലാം നമ്മൾ നൽകിയത്. ആ തൃശ്ശൂർക്കാരെല്ലാം തന്നെയും
ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഈ തൃശൂർ പൂരത്തിൽ അണിചേരാൻ വേണ്ടി എത്തും. നാളെ തെക്കേ ഗോപുര നടയിൽ നെയ്തലക്കാവിലമ്മ ഇറങ്ങുന്നതോടുകൂടെ തന്നെ പൂരത്തിന് തുടക്കം കുറിക്കും. നെയ്തലക്കാവ് അമ്മ ഇത്തവണ തിടമ്പേറ്റുന്നത് എറണാകുളം ശിവനാണ്. ഇത്തവണ തിടമ്പേറ്റുന്നത് കഴിഞ്ഞ തവണയും എറണാകുളം ശിവനായിരുന്നു. ഇത്തവണയും എറണാകുളം ശിവനാണ് നെയ്തലക്കാവമ്മയെ തിടമ്പേറ്റുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെച്ചിക്കോട്ട് രാമചന്ദ്രനായിരുന്നു തിടമ്പേറ്റത്. എന്നാൽ ഇത്തവണ തെച്ചിക്കോട്ട് രാമചന്ദ്രനല്ല നെയ്തലക്കാവമ്മയെ പുറത്തോട്ട് ഇറക്കുന്നത്. തിങ്കളാഴ്ച ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടെ തന്നെയാണ് ഇതിന് ഒരു പരിസമാപ്തി കുറിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണ മഴയുടെ ഒരു ആശങ്ക ഉണ്ടായതുകൊണ്ട് തന്നെ വെടിക്കെട്ട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ അത് ഇല്ല. ഇത്തവണ ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്തുന്ന ഇരു വിഭാഗങ്ങളും പാറമേക്കാവ് ദേവസ്വമാണെങ്കിലും തിരുവമ്പാടി ദേവസ്വമാണെങ്കിലും ഒരുക്കങ്ങളെല്ലാം വളരെയധികം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഇവിടെ സമീപത്തു നിന്നും അധികം പേരില്ല, മാധ്യമപ്രവർത്തകരാണ് ഉള്ളത്. തൃശ്ശൂർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ആവേശം ചോരാതെ അവരിലേക്ക് തന്നെ പോകുമായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ആവേശം എന്നുള്ളത് അവരിലേക്ക് തന്നെ പോകുമായിരുന്നു. നിങ്ങൾ എവിടെ വരികയാണ്? അപ്പോൾ എങ്ങനെയുണ്ട് വെടിക്കെട്ട്? എങ്ങനെയുണ്ട്? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് വെടിക്കെട്ടിന്റെ ആ ഒരു? എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. കാരണം ഇപ്രാവശ്യത്തെ വെടിക്കെട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ ആകാംക്ഷയിലാണ്. ഉടൻ തന്നെ അത് ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ നിവാസികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ നോക്കി കാണുന്നത്. കഴിഞ്ഞ തവണ ഈ വെടിക്കെട്ടില്ലായിരുന്നു, മഴയായിരുന്നു. ഓക്കെ, അത് നമുക്ക് അന്ന് അത് പിന്നെ അത് പിറ്റേ ദിവസം പകലാണ് നമുക്കത് പൊട്ടിച്ചത്. അപ്പോൾ ആ സാധാരണ നടക്കുന്ന ഒരു വെടിക്കെട്ടിന്റെ പ്രതീതി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം മഴയൊന്നും ഉണ്ടാവില്ല എന്നും നല്ലൊരു അന്തരീക്ഷമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുകൊണ്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഒരു വികാരം തന്നെയായിരുന്നു. ഈ നെയ്തലക്കാവിൽ അമ്മയെ പുറത്തോട്ട് ഇറക്കുന്നത് വർഷങ്ങളായി തിടമ്പേറ്റുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനായിരുന്നു. ഇപ്പൊ എറണാകുളം ശിവനാണ്. അപ്പം അതിന്റെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാ? ഓക്കെ, തെച്ചിക്കോട്ട് രാമചന്ദ്രനെ സംബന്ധിച്ച് അവർ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പ്രത്യേക വികാരമാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരു ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു വികാരം മറ്റു ആനകളോട് യഥാർത്ഥത്തിലില്ല. അപ്പൊ അത് ഒരു പ്രത്യേക വികാരമാണ് എല്ലാവർക്കും. ഈ പാറമേക്കാവായിരിക്കുമോ തിരുവമ്പാടി ആയിരിക്കുമോ ഏറ്റവും വർണ്ണത്തിൽ വിസ്മയം? കാരണം രണ്ട് വിഭാഗങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് പാറമേക്കാവായിരിക്കുമെന്നാണ്. തിരുവമ്പാടി ഒട്ടും മോശമല്ല എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കും. സമയപ്രദർശനമൊക്കെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. ഈ സമയപ്രദർശനത്തിനുമൊക്കെ വലിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ അറിയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ടില്ല, പോകാൻ സമയം കിട്ടിയിട്ടില്ല. മെയിൻ വെടിക്കെട്ട് കാണാൻ വേണ്ടി വരാറുണ്ടോ? വരാറുണ്ട്. ഞാനിവിടെ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നത്. ഫുൾ ടൈം ഇതിന്റെ പിന്നാലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതെല്ലാം കാണുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ശുചീകരണ പ്രവർത്തനമാണ്. ഞാൻ ഹെൽത്ത് വിഭാഗത്തിലാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം ഹരിതപൂരം ആണ് ഞങ്ങൾ ഇപ്രാവശ്യം നടത്തുന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. വേസ്റ്റിന്റെ ജനറേഷൻ കുറയ്ക്കുക. കാരണം അങ്ങനെ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ പൂരത്തിന് നമുക്കറിയാം, പകൽപൂരം കഴിഞ്ഞാൽ വലിയൊരു ഏകദേശം ഒരു 15-20 ടൺ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 2 മണിക്ക് വെടിക്കെട്ട് കഴിഞ്ഞാൽ ഒരു 5:30 ആകുമ്പോഴത്തേക്കും സിറ്റി പഴയ ഒരു അവസ്ഥയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാ ആളുകളും ഒന്ന് ശ്രമിച്ച വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പൂരപ്രേമികളോട് പ്രത്യേകിച്ച് നമ്മളൊരു അഭ്യർത്ഥിക്കുന്നത് പരമാവധി വേസ്റ്റ് ജനറേറ്റ് ചെയ്യാതെ പരമാവധി പ്ലാസ്റ്റിക്കും മറ്റു സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ആ രീതിയിൽ ഒരു ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് പൂരത്തിൽ പങ്കെടുക്കാനും അതുപോലെ പൂരം നടത്തിപ്പിലുമായാലും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടതെന്നാണ്. ഈ പ്ലാസ്റ്റിക് ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി, അത് മുൻ വർഷങ്ങളിലും നല്ല ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, അതൊക്കെ വിജയകരവുമായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം അതിൽ വിട്ട് പ്രത്യേക ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ അനൗൺസ്മെന്റ് പൂർത്തിയായി. ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ടുള്ള ലീഫ്ലെറ്റുകൾ, ബോധവൽക്കരണം ഒക്കെ നമ്മൾ നടത്തി. NSS വോളണ്ടിയേഴ്സ് ഒരാഴ്ചയായിട്ട് ഇതിന്റെ പുറകിൽ നമ്മൾ നടക്കുകയാണ്. ഇപ്പം ഇന്ന് 3 സ്ഥലത്ത് നമ്മുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു, ആളുകളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനോടൊത്ത് ഒത്തിരി സഹകരിക്കുന്നുണ്ട്. ടൗണിലെ മുഴുവൻ കടകളിൽ നിന്നും ഡിസ്പോസിബിൾ ഗ്ലാസുകൾ നമ്മൾ പിടിച്ചെടുക്കുകയും അതെല്ലാം തന്നെ കുപ്പി ഗ്ലാസോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു ഇനീഷ്യേറ്റീവ്സ് കോർപ്പറേഷൻ എടുക്കുമ്പോൾ സഹകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ റിസൾട്ട്
നമുക്ക് തോന്നുന്ന പൂരത്തിൽ വലിയ രീതിയിൽ വേസ്റ്റിന്റെ വോളിയം കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അനാവശ്യമായി കൊടുക്കുന്ന കുറേ നോട്ടീസുകൾ എനിക്ക് തോന്നുന്നു വേസ്റ്റിന്റെ അളവ് കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രമിച്ചിട്ട് ആവശ്യത്തിന് മാത്രം കൊടുക്കാനും ആവശ്യക്കാർ മാത്രം വാങ്ങാനും ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു കുറേയും കൂടെ കുറയ്ക്കാൻ, പേപ്പർ വേസ്റ്റ് പോലുള്ളത് നമുക്ക് കുറേ കുറയ്ക്കാൻ സാധിക്കും. വളരെ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ പൂരം കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, പൂരം ആഘോഷിക്കാൻ പ്രകൃതിയെ തോൽപ്പിക്കാതെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും ഏറ്റെടുക്കണം എന്ന് ഒരു റിക്വസ്റ്റ് കൂടിയാണ്. മഴയുടെ ഒരു ആശങ്ക ഉണ്ടോ? കാരണം കഴിഞ്ഞ തവണയും സാമ്പിൾ വെടിക്കെട്ട് നമുക്ക് പകലെ കാണാൻ പറ്റില്ല. ഇല്ല, മഴ എനിക്ക് തോന്നുന്നില്ല മഴ നമുക്ക് പ്രശ്നമാവില്ല. കാരണം ഇപ്പോൾ ഇത്ര സമയമായി ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഒരു ടെൻഷനുമില്ല. സാമ്പിൾ വെടിക്കെട്ട് നന്നായി നടക്കും. നാളെ നീതിലക്കാവിലമ്മ ഇറങ്ങുന്നതിലൂടെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തൊരു ആവേശം നിറഞ്ഞ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം അറിയാവുന്ന എത്രയൊന്ന് പറയുമോ? അതായത് ഇതിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ 8ാം ക്ലാസ് തൊട്ട് തന്നെ പൂരത്തിന് വരുന്ന ഒരു ആളാണ്. അപ്പോൾ അന്ന് ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ തലേദിവസമാണ് വരിക, തലേദിവസം രാത്രി വരും. അന്ന് പൂരത്തിന്റെ പരിപാടികളെല്ലാം കണ്ട് രാവിലെയുള്ള വെടിക്കെട്ട് കണ്ടിട്ടാണ് തിരിച്ചു പോവുക. ചില സമയത്തൊക്കെ പകൽപൂരം നമ്മൾ കാണാൻ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ ജോലി ചെയ്യുന്നത് കൊണ്ട് ഫുൾ ടൈം അതിന്റെ ഒരു. അപ്പം നാളെ രാത്രിയും ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നാളെ രാത്രി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെയാണ് പബ്ലിക് പൂരം ആഘോഷിക്കാനായിട്ട് ടൗണിലോട്ട് വരിക. പിന്നെ അത് മറ്റന്നാൾ വൈകിട്ട് നമുക്കറിയാം കുടമാറ്റവും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പൂരം നമുക്ക് തെക്കോട്ടിറക്കം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കറിയാം പിന്നെ പൂരങ്ങൾ ടൗണിലേക്ക് വരും. അതുപോലെ രാത്രി വെടിക്കെട്ട്, പിറ്റേ ദിവസം വീണ്ടും പകൽപൂരം ആരംഭിക്കുകയാണ്. ഏകദേശം ഒരു 1:30 അതിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലീനിങ് തുടങ്ങുക. ഒരു 1:30-2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്താൽ 5:30 ആകുമ്പോഴേക്കും ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾ ടൗൺ എങ്ങനെയാണോ മുൻപ് കിടന്നിരുന്നത് ആ രീതിയിൽ നമ്മൾ ടൗൺ തിരിച്ചേൽപ്പിക്കുന്നു. ഇതാണ് പൊതുവെ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മഴ ചാറുന്നുണ്ട്, എന്നാലും ഇല്ല, മഴ കുഴപ്പമുണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഇത്രയും ആളുകൾ കാത്തിരിക്കുന്നത് ഈ ഒരു പൂരം സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ്. പ്രകൃതി നമ്മളോടൊപ്പം തുടരാം. നായ്ക്കനാൽ തറയിൽ നിന്നും എബി ചേരുന്നുണ്ട്. എബി, തിരുവമ്പാടി വിഭാഗം തന്നെയാണോ ആദ്യം തിരികൊളുത്തുക? അതുപോലെ തന്നെ പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള ഒരു ദൃശ്യവിസ്മയം കാണാൻ തന്നെ ഒരു ജനപങ്കാളിത്തം തന്നെ അവിടെ ഉണ്ടെന്ന് എബി നേരത്തെ സൂചിപ്പിച്ചു. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ? കാലാവസ്ഥയൊക്കെ ഇതിന് അനുകൂലമാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് നമുക്ക് ഈ പൂരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് വൈകുന്നേരത്തിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവിടെ ഈ സ്വരാജ് റോഡിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിലേക്കൊക്കെ ആളുകൾ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ റോഡ് ഏതാണ്ട് പൂർണ്ണമായും വിജനമായി കിടക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ദൃശ്യവിസ്മയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങളും തന്നെ നമുക്ക് പറയാം. കാരണം ഇവിടെയുള്ള ഈ സ്വരാജ് റോഡിന് ചുറ്റിലുമുള്ള മുഴുവൻ കെട്ടിടങ്ങളിലെയും മുകളിൽ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ തിരക്കാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ആവേശ കാഴ്ച നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാൻ വേണ്ടിയിരിക്കും. അതിന് വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പൂരത്തിന്റെ മുഴുവൻ ആവേശവും എല്ലാവരുടെയും കണ്ണുകളിലും മുഖത്തുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ ആ ഒരു ആവേശത്തിൽ തന്നെ ഈ ഒരു പൂരത്തെ വരവേറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, എന്തായാലും ഒരു റെക്കോർഡ് ജനപങ്കാളിത്തം ഇത്തവണ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും എല്ലാവരുടെയും ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും പ്രകൃതിയൊക്കെ അതിന് അനുകൂലമായി തന്നെയുള്ള ഒരു നില തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ പ്രകൃതി അതിനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യപ്രയത്നത്തിൻ്റെയൊക്കെ ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെ പൂരം ഇങ്ങനെ കൊണ്ടാടുമ്പോൾ അതിന് അനുകൂലമായി തന്നെ പ്രകൃതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. നേരിയ തോതിലുള്ള കാറ്റൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തന്നെ തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ടിൽ വലിയ രീതിയിലുള്ള വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും
ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു ആ കാര്യമൊക്കെ. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള വിസ്മയങ്ങൾ എങ്ങനെ ആകാശത്ത് ഈ ഒരു വർണ്ണവിസ്മയത്തിൻ്റെ രൂപത്തിൽ പുനരാവിഷ്കരിക്കപ്പെടും, അത് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഹിറ്റ് സിനിമയായി ഓടിയ രോമാഞ്ചം സിനിമ ഉൾപ്പെടെ ഈ ആകാശത്തെ ഒരു വിസ്മയമായിട്ട് മാറുന്ന കാഴ്ച കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ റെഡ് ലീഫ് എന്ന് തുടങ്ങുന്ന ഈ ചുവന്ന ഇതളുകൾ ഒക്കെ വിരിയുന്ന രീതിയിൽ ഈ ആകാശത്ത് വിസ്മയം തീർക്കും. ഒപ്പം പരമ്പരാഗതമായിട്ടുള്ള കുഴിമിന്നലുകളൊക്കെ അത് സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. ഒരു ശബ്ദത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ ഒരു സമ്മേളനമായിട്ട് തന്നെയാണ് പൂരത്തെ എല്ലാവരും അടയാളപ്പെടുന്നത്. അത് തന്നെയാണ് ഇത്തവണത്തെ പൂരത്തിലും എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു അരമണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് എല്ലാവരും അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഏതാണ്ട് ഒരു 3-4 മണിക്കൂറായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ നമുക്കറിയാം ഈ നമ്മൾ കാണുന്നതാണ് ഈ ഒരു സ്വരാജ് റൗണ്ടിന് ചുറ്റിലുമുള്ള കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണി സമയം തൊട്ട് തന്നെ ആളുകളെല്ലാം തന്നെ അവരുടെ ഒരു ഇരിപ്പിടം ഇത്തരത്തിൽ സ്വന്തമാക്കിയിരുന്നു. അതിനുശേഷം ഈ ഒരു 7 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. 7:30 ഒരു സമയത്തോടു കൂടി എന്തായാലും ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും അക്ഷമരായി തന്നെ കാത്തിരിക്കുന്നു. ആ ഒരു സാമ്പിൾ വെടിക്കെട്ടിലെ വിസ്മയങ്ങൾ കാണാൻ. പൂരം വെടിക്കെട്ടിൽ എന്തൊക്കെ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ ഒരു നേരിയ ഒരു സാമ്പിൾ, അതുകൊണ്ട് തന്നെയാണല്ലോ സാമ്പിൾ എന്നും ഇതിനെ വിളിക്കുന്നതും അടയാളപ്പെടുത്തുന്നതും ഒക്കെ. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട്. തൃശ്ശൂർ പൂരം അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെയാണ് ഈ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിനുള്ള ആരംഭിച്ചിരിക്കുന്നു.
പൂരലഹരിയിലേക്ക്. പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും. ഓരോ വിഭാഗത്തിനുമായി 2000 കിലോ വീതമാണ് പൊട്ടിക്കാനുള്ള അനുമതി നൽകിയത്. വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി നായ്ക്കനാൽ തറയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? അതിനാ ഇപ്പൊ കണ്ടത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. ഇത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഏതാണ്ട് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളത് പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ പാറമേക്കാവ് എന്താണ് അവരുടെ വിസ്മയ ചെപ്പിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും. വലിയ ഒരാവേശത്തോടു തന്നെ ആദ്യത്തെ അമിട്ട് പൊട്ടുമ്പോൾ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ ആരവത്തോടു കൂടി തന്നെയാണ് അതിനെ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം തുടർന്നുള്ള ഓരോന്നും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള വർണ്ണവിസ്മയം തീർക്കുകയായിരുന്നു തിരുവമ്പാടി വിഭാഗം അവരുടെ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിലൂടെ. എന്തായാലും വലിയ ഒരു ആവേശം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. അടുത്തതായി ഇനിയിപ്പോൾ പാറമേക്കാവ് അവരുടെ ഒരു വിസ്മയത്തിന്റെ ചെപ്പിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. വലിയ രീതിയിൽ ഒരു വർണ്ണ വിസ്മയം തന്നെ തിരുവമ്പാടി വിഭാഗം കാഴ്ചവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ പൂരം വെടിക്കെട്ടിന് ഒരു സാമ്പിൾ മാത്രമാണ്. അതായത് അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്നതിന് ആ ഒരു വിസ്മയത്തിന്റെ ഒരു അംശം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും പൂരം വെടിക്കെട്ടിലേക്ക് കാത്തിരിപ്പിന് വേണ്ടിയിട്ടൊരു ഇന്ധനം എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിനെ അടയാളപ്പെടുത്തുന്നതും ആ രീതിയിൽ തന്നെയാണ് അതിനെ ആളുകൾ കാണുന്നതും. എന്തായാലും ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായി തന്നെ ഇനി അടുത്തതായി പാറമേക്കാവിന്റെ അടുത്തേക്കാണ്. അവിടെ അജി കുഞ്ഞുമോനാണ് ആ പ്രദേശത്തുള്ളത്. ഞങ്ങൾ ഇരു സ്ഥലങ്ങളിലുമായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്പസമയത്തിനൊക്കെ തന്നെ പാറമേക്കാവും അവരുടെ ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് അതിന്റെ വിസ്മയം ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശം ഒരുപക്ഷെ അജി കുഞ്ഞുമനാവും നൽകാൻ കഴിയുക. എന്തായാലും വളരെ 7 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കൂടെ 7:25 കൂടി തന്നെ ആരംഭിച്ചു. വളരെ വേഗം തന്നെ ഏറ്റവും ചെറിയ രീതിയിൽ പക്ഷേ ഏറ്റവും മനോഹരമായി തന്നെ അത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂർത്തിയായിരിക്കുന്നു. ശബ്ദ വിസ്മയങ്ങളുടെ ഒരു ശബ്ദത്തിന്റെയും നിറത്തിന്റെയും ഒരു വലിയ വിസ്മയം തന്നെയായിരുന്നു ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ആളുകളെല്ലാം തന്നെ തിരിച്ചു വരാം. മണികണ്ഠനാൽ തറയിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നമ്മളെല്ലാവരും കണ്ടത്. ഇനി പാറമേക്കാവിന്റെ വെടിക്കെട്ടാണ്. ആകാശ വിസ്മയമാണ് ഇനി കാണാനുള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ആതിര, തിരുവമ്പാടിയുടെ ആ ദൃശ്യവിസ്മയം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പാറമേക്കാവിന്റെ ദൃശ്യവിസ്മയമാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് ആളുകളുടെ തന്നെ എടുത്ത് ചോദിക്കാം. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പൊരിച്ചു നല്ല വെടിക്കെട്ടായിരുന്നു. സസ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത്തവണ? കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. മുൻ വർഷത്തിലും നല്ല പരിപാടി തന്നെയായിരുന്നു. ഞാൻ ഇവിടെ ലൈറ്റിലെ സ്റ്റാഫ് തന്നെയാണ്, ഇവിടുത്തെ താഴത്തെ സ്റ്റാഫ്. വർഷങ്ങളായിട്ട് ഇത് കാണുന്ന ഒരാളെന്ന നിലയിൽ ഒരാൾ തന്നെയാണ്. അതെ. പാറമേക്കാവ് എന്ത് വിസ്മയമായിരിക്കും ഒളിപ്പിക്കുന്നത്? കുഴപ്പമില്ല, അടിപൊളി തന്നെയായിരിക്കും എന്ന് വിചാരിക്കണം. അടിപൊളിയായിരിക്കും. ഓക്കെ. പാറമേക്കാവിന്റെ കഴിഞ്ഞ തവണ കാണാൻ പറ്റത്തിന്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഓക്കെ. ഇതിപ്പോ സൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ട്? കഴിഞ്ഞ അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യത്തേലും കഴിഞ്ഞ പ്രാവശ്യത്തേലും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലതായിരുന്നു. നല്ല പരിപാടിയായിരുന്നു എല്ലാം. വരാൻ പോകുന്നത് ഇപ്പൊ വരും. 5 മിനിറ്റ് കൊണ്ട് പരിപാടിയൊക്കെ കഴിയും. അടിപൊളിയായിരിക്കും. നല്ല ഇതായിരിക്കും. ഓക്കെ. സാമ്പിൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത എന്തായിരിക്കും വരാൻ പോകുന്നത്? ഇതൊന്നും നോക്കണ്ട, അതിനേറ്റവും ഗംഭീരമാവും എല്ലാ പരിപാടിക്കും. ഈ തിരുവമ്പാടിയാണോ ഏറ്റവും മികച്ചായിട്ട് നിൽക്കുന്നത്, അതോ പാറമേക്കാവാണോ? രണ്ടും ഒപ്പത്തിനൊപ്പമാണ് അവര് മത്സരം. ഒപ്പത്തിനൊപ്പമാണ് അവര് മത്സരിക്കുന്നത് അവര്. ചേട്ടൻ ആർഫാനാ? ആരോടൊപ്പം നിൽക്കുന്നത്? ആര്? തിരുവമ്പാടിക്കൊപ്പമാണോ അതോ പാറമേക്കാവിനൊപ്പമാണോ? നമുക്ക് പക്ഷമില്ല, ഞങ്ങൾ ഒപ്പമാണ് എല്ലാ കാര്യത്തിലും പങ്കിടുന്നത്. സമയപ്രദർശനമൊക്കെ കണ്ടിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. നാളെയാണ് അതിന് മെയിൻ ആയിട്ടുള്ള പരിപാടി. CMS സ്കൂളിലാണ് ഇതിന്റെ പരിപാടികൾ വെച്ചേക്കണത്. സമയം സമയത്തിൽ പോലും സസ്പെൻസ് ഉണ്ട് പലപ്പോഴും.
ഉണ്ട് സസ്പെൻസ് ഉണ്ട്. നല്ല നല്ല പരിപാടി തന്നെയായിരുന്നു കേട്ടോ, നല്ല പരിപാടിയായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഇവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആണല്ലേ? ഓക്കെ, അപ്പം സസ്പെൻസുകൾ തന്നെ നിന്ന് തന്നെയായിരുന്നു തിരുവമ്പാടി ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. മുൻ വർഷത്തിനേക്കാളും അതിഗംഭീരമായി തന്നെ തിരുവമ്പാടി ഭാഗത്തിന്റെ ആ ഒരു വെടിക്കെട്ടിന്റെ വിസ്മയം തന്നെ കാഴ്ചവെച്ചു നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയും ഉള്ളത് പാറമേക്കാവാണ്. പാറമേക്കാവിന്റെ ആ ഒരു സസ്പെൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. 5 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിസ്മയം, അതായത് വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മണികണ്ഠനാൽ തറയിലാണ് ഞാൻ നിൽക്കുന്നത്. എബി നായ്ക്കനാലിലുമാണ്. മണികണ്ഠനാൽ തറയിലാണ്. അജിയിലേക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. Craving for fried chicken? Get ready to taste the most favorite fried chicken brand, American Fried Chicken, the AFC. Following intense research and development of unique fried chicken recipes, the unique taste and quality of American Fried Chicken, unique recipe, budget friendly, no harmful preservatives, American Fried Chicken, the AFC. HSC കോഴ്സ് പഠിക്കാൻ ISSD സ്കിൽസ്, ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഓട്ടോ ലോൺ, പ്രോപ്പർട്ടി ലോൺ തുടങ്ങി ബാങ്കിംഗ് ഇതര മേഖലയിലെ മികച്ച സേവനങ്ങളുമായി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കോൾ 9188606060. Boom Baby, delicate clothing. ഭാരതം കൈവരിക്കുന്നു ഇലക്ട്രിക് മുന്നേറ്റം. ദേശത്തെ നയിക്കുന്നു ഒരു പുതിയ ദിശയിലേക്ക്. നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. കണ്ണൂരിന്റെ മാറ്റമില്ലാത്ത നന്മയ്ക്കൊപ്പം മെക്സാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ. ഇവരാണീ നാട്ടിലേറെ വിശ്വസ്തരായവര്, നൽകുന്നു പൊന്നിന് അടിപൊളി റേറ്റും പലിശയും കുറവാണ്. സന്തോഷം വരവായി നമുക്കെന്ന് കൂട്ടായി മാക്സ് വാല്യൂ. നമ്മുടെ സന്തോഷങ്ങൾക്ക് മാക്സിമം വാല്യൂ ഫ്രം മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. മാലതിയെ കണ്ടിരുന്നു. ആൾക്ക് ആകെ അത്ഭുതം. ഇത്ര തിരക്കിനിടയിലും ഈ കുട്ടി മുടി എങ്ങനെ ഇത്ര നന്നായി സംരക്ഷിക്കുന്നെന്ന്. ഹരിതകിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോ വലിയ സന്തോഷായി. നാളെ തന്നെ ഉറപ്പിക്കാൻ വരുന്നു. 20-ൽ പരം ഔഷധികൾ ഒന്നു ചേർന്ന ഹരിതകി ഹെർബൽ ഹെയർ കെയർ പ്രൊഡക്ട്സ്. ഓ ശരിക്കും 300-ൽ പരമോ? അങ്ങനെ പൊളിക്കും. അടിപൊളി, റിയലി ഗ്രേറ്റ്. ആണോ? ഇൻട്രസ്റ്റിംഗ്. ആശയം മൊത്തം നമ്മളെ കൊച്ചിയിലോ? അതെ, സഹകരണ എക്സ്പോ നമ്മുടെ കൊച്ചിയിൽ ഏപ്രിൽ 22 മുതൽ 30 വരെ 300-ൽ പരം സ്റ്റോളുകൾ, 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങൾ, 70,000 സ്ക്വയർ ഫീറ്റ് ശീതീകരിച്ച പവലിയൻ. തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു. ആദ്യം തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അല്പസമയത്തിനകം പാറമേക്കാവിന്റെ വെടിക്കെട്ട് തിരികൊളുത്തും. വിശദാംശങ്ങളുമായി മണികണ്ഠനാൽ തറയിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്.
അജി, തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടു. ഇപ്പോൾ ഇനി പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരിതെളിയാൻ ഇനി അല്പസമയമാണ് ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? തീർച്ചയായും മാതിര, തിരുവൻപാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പാറമേക്കാവാണ്. പാറമേക്കാവ് ഏത് തരത്തിലുള്ള സസ്പെൻസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ദൃശ്യവിസ്മയം തന്നെയാണ് ഒളിപ്പിച്ച് വെക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം സാമ്പിൾ വെടിക്കെട്ട് മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇത്തവണ മഴ ചാറുന്നുണ്ടെങ്കിലും അത് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. ആകാശ വിസ്മയം തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, അല്പസമയം മുമ്പ് നടന്ന ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് അത് വലിയ രീതിയിലുള്ള ഒരു വിസ്മയ കാഴ്ച തന്നെയായിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടത്. ആദ്യത്തെ അമിട്ട് പൊട്ടിയത് മുതൽ തന്നെ വിസ്മയത്തിന്റെ ഒരു വലിയ പൂരക്കാഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തരുന്ന ഒരു സൂചനയായിട്ട് തന്നെയായിരുന്നു ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ടിലെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പാറമേക്കാവ് വിഭാഗം അവരുടെ ആ ഒരു വിസ്മയ കാഴ്ചകൾ നമുക്കായി അവതരിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ആളുകൾ എല്ലാവരും തന്നെ ഈ കനത്ത ചൂടും വെയിലും എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് എന്തിനാണ് ഈ ഒരു കെട്ടിടങ്ങളിലെല്ലാം മുകളിൽ കയറിയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് അല്പസമയം നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സാമ്പിൾ വെടിക്കെട്ടിന്റെ കാഴ്ച തന്നെയായിരുന്നു. ആ വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. ശബ്ദത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ ഒരു സമ്മേളനം കൂടിയായിരുന്നു നമുക്ക് ഈ പൂരനഗരിയിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു വിസ്മയ കാഴ്ച കാണാൻ കഴിഞ്ഞത്. എന്തായാലും അടുത്ത ഒരു അല്പസമയത്തിനകം തന്നെ പാറമേക്കാവ് വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. നേരിയ തോതിലുള്ള മഴച്ചാറ്റലുകളൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു തരത്തിലും ഒരു വലിയ പ്രതിരോധമാവില്ല, പ്രതികൂലമായിട്ടുള്ള ഒരു അനുഭവമാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആളുകളെല്ലാം ഇനിയും അടുത്ത ഘട്ടത്തിലേക്കുള്ള കാത്തിരിപ്പിലേക്ക് നിൽക്കുന്നത്. എന്തായാലും ഇത് രണ്ടും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ പൂരം വെടിക്കെട്ടിൽ എന്തൊക്കെ വിസ്മയങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു നേരിയ ഒരു അംശം മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തവണത്തെ പൂരം വെടിക്കെട്ടിൽ നിരവധിയായിട്ടുള്ള വിസ്മയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയുള്ള സൂചന തന്നെയാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ ആദ്യത്തെ ഭാഗത്തിൽ, അതായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പൂരത്തിന്റെ വലിയൊരു ആവേശത്തിലേക്ക് തന്നെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇതിന് നടത്തിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ റൗണ്ട് ഇപ്പോൾ വിജനമായി തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ രീതിയിൽ തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ ക്രമപ്പെടുത്തുന്ന ആ രീതിയിലുള്ള സംഘാടക മികവ് അവിടെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ആതിര, തൃശൂർ പൂരത്തിന് മുന്നോടിയുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് തിരിതെളിഞ്ഞു. ഇങ്ങോട്ടെങ്ങാനും മാറ്റി വയ്ക്കാൻ പറ്റും. കേബിള്
തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവിന്റെ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരാരാധകരെ ആനന്ദലഹരിയിൽ ആറാടിക്കാൻ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പിൾ വെടിക്കെട്ട്, പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗമായിരുന്നു ആദ്യം തിരികൊളുത്തിരുന്നത്. പിന്നാലെ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി. തിരുവമ്പാടി വിഭാഗം ആദ്യം തിരികൊളുത്തി. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തി. രണ്ട് വിഭാഗക്കാരുടെയും വെടിക്കെട്ടുകൾ പൂർത്തിയായി. കൂടുതൽ വിശേഷങ്ങളുമായി പൂരനഗരിയിൽ നിന്നും എബി ചേരുന്നുണ്ട്. എബി, തിരുവമ്പാടി വിഭാഗത്തിന്റെയും പാറമേക്കാവിന്റെയും സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായിരിക്കുകയാണ്. രണ്ട് വിഭാഗവും ഇഞ്ചോടിഞ്ചുള്ള ആകാശ വിസ്മയമാണ് തീർത്തത്. ആരാണ് കൂടുതൽ വിസ്മയം തീർത്തതെന്ന് പറയാനുള്ള പ്രയാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ആതിര, വളരെ ആവേശത്തോടു കൂടി തന്നെ ഇരു വിഭാഗങ്ങളും അവരുടെ ഈ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെ ആയിരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള മത്സരമായിട്ട് നടക്കുമ്പോൾ പോലും അതിൻ്റെ മുഴുവൻ ആവേശവും ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ഒരു അതിൻ്റെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, അതായത് ഈ സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായതിനു ശേഷം ഇങ്ങനെ ആകാശം ഇങ്ങനെ ഏതാണ്ട് ഒരു പുകപടലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഒരു ശബ്ദത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ ഒരു
ആവേശം തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഇരു വിഭാഗങ്ങളും ഇഞ്ചോടിഞ്ച് തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് തന്നെ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് തന്നെയായിരുന്നു അവരുടെ ഇരു വിഭാഗങ്ങളുടെയും അവരുടെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ പൂരം വെടിക്കെട്ട് അത് എത്രമാത്രം വലിയ ഒരു ആവേശമായിരിക്കും സൃഷ്ടിക്കുക എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ലാത്ത നിലയിൽ തന്നെ, അതായത് നിങ്ങൾക്ക് കാണാൻ ഇനിയും ഏറെയുണ്ട്, ഇത് സാമ്പിൾ മാത്രമാണ് എന്ന് അടിവരയിട്ട് പറയുന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രകടനം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ ആവേശത്തിൽ തന്നെ ഈ ഇരു വിഭാഗങ്ങളുടെയും സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ അവസാനത്തെ ആ കൂട്ടപ്പൊരുത്തിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു ആവേശം. നമുക്കറിയാം മേളങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ മേളങ്ങളെയൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ് ഈ തൃശ്ശൂരുള്ള. പക്ഷേങ്കിൽ വെടിക്കെട്ടിന് പോലും താളം പിടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വന്ന ചില മനുഷ്യരെങ്കിലും ആ സമയത്ത് ഈ അമിട്ട് പൊട്ടുന്ന അനുസരിച്ച് അതിൻ്റെ താളത്തിൽ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി താളം പിടിക്കുന്നത് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയ രീതിയിലുള്ള ആവേശം ഈ തൃശ്ശൂർ നഗരത്തിൽ ഈ റൗണ്ടിന് ചുറ്റും ഇപ്പോൾ റൗണ്ട് ഏതാണ്ട് പൂർണ്ണമായും ഈ വിജനമായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ പോലും അതിന് ചേർന്നിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ മുമ്പ് തന്നെ കയറി വന്നിരിക്കുന്നത്. അവരൊക്കെ എന്തിനാണ് അങ്ങനെ കയറിയിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ കണ്ട ആ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം അത് തന്നെയാണ് ഇവരെ എല്ലാവരെയും നമ്മളെപ്പോലുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത് കാത്തിരിപ്പ് ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ എന്തുകൊണ്ട് അങ്ങനെ നിന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു ആവേശം തന്നെ എല്ലാവർക്കും നൽകുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് പൂരം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂരത്തെ ഏറ്റവും വലിയ ആവേശത്തോടു കൂടി തന്നെ തൃശ്ശൂരിലുള്ള മനുഷ്യർ ഏറ്റെടുത്തിരിക്കുന്നു. തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല, ബാക്കി നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ഈ പൂരത്തിൻ്റെ ഈ ആവേശത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം ഇനിയിപ്പോൾ നാളെ മുതൽ അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ ഇങ്ങനെ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് മേളങ്ങളും ഒപ്പം തന്നെ കുടമാറ്റവും ഒക്കെ ഉള്ള വർണ്ണവിസ്മയങ്ങൾക്ക് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിനെ നമ്മൾ കാണുന്നത്. അത് പൂരത്തിൻ്റെ ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ആവേശവും വലിയ രീതിയിലുള്ള വിസ്മയങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയായിരുന്നു തിരുവമ്പാടി വിഭാഗത്തിന്റെയും പാറമേക്കാവ് വിഭാഗത്തിന്റെയും ഈ സാമ്പിൾ വെടിക്കെട്ടിലൂടെ. കൂടുതൽ വിവരങ്ങളുമായി മണികണ്ഠനാൽ തറയിൽ നിന്നും അജി ചേരുന്നുണ്ട്. അജി, പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ആകാശ വിസ്മയമായിട്ട് കാഴ്ചവെച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? തീർച്ചയായും ആതിര, പാറമേക്കാവ് അത് ദൃശ്യവിസ്മയം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവമ്പാടിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പാറമേക്കാവായിരുന്നു ദൃശ്യവിസ്മയത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് പൂരപ്രേമികളെ ആവേശം. കൂടുതൽ വിശേഷങ്ങളുമായി നായ്ക്കനാൽ തറയിൽ നിന്നും എബി ചേരുന്നുണ്ട്. ആതിര, ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പറയുന്ന നിലയ്ക്ക് നമ്മൾ നേരത്തെ തന്നെ വാർത്ത അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം തന്നെ പറഞ്ഞിരുന്നു, ഈ കേരളയിലേക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ഈ ഓരോ സമയത്തും വിസ്മയങ്ങളുടെ ഓരോരോ കാഴ്ചകളാണ് പൂരം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്നതിനപ്പുറത്തേക്ക് വിസ്മയങ്ങളുടെ ഒരു പൂരം കൂടിയാകുന്നത് ഈ നിലയ്ക്കൊക്കെയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോഴുള്ളത്. എന്തായാലും സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിസ്മയങ്ങളുടെ കാഴ്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ചില അത്ഭുതങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ വേണ്ടിയുണ്ട് എന്നുള്ള സൂചന കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് പറയാനിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പൂരത്തിൻ്റെ ഈ ദിവസങ്ങളെല്ലാം തന്നെ ഈ നടത്തിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ അതിൻ്റെ ഒരു തരത്തിലും നമുക്ക് വിസ്മരിച്ച് പോകാൻ കഴിയുന്നൊന്നുമില്ല. കാരണം അത്തരത്തിൽ
ഇത്തരത്തിൽ വളരെ ചിട്ടയോടുകൂടി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നു. ഗതാഗത നിയന്ത്രണം പോലും ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാത്ത രീതിയിൽ അതിനെ ക്രമീകരിക്കുന്നു. ഒപ്പം ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ ഈ റൗണ്ടിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ഒരു വാഹനങ്ങളോ ആളുകളോ ഒന്നും തന്നെ ഈ ഗ്രൗണ്ടിൽ ആരും തന്നെയില്ല, വളരെ വിജനമായിട്ട് തന്നെ കിടക്കുന്നു. പക്ഷേ ഒരു സാധാരണ ഒരു ദിവസം വരികയാണെങ്കിൽ ഈ നിലയ്ക്കായിരിക്കില്ല, വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളിലൂടെ തന്നെ ഇത് നിയന്ത്രിക്കുന്നു, കൃത്യമായ രീതിയിൽ അതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. എന്തായാലും തിരുവമ്പാടി വിഭാഗം അവരുടെ ആദ്യഘട്ടത്തിൽ നടത്തിയ ആ വിസ്മയം, അതിനുശേഷം പാറമേക്കാവ് നടത്തിയിരുന്നു. അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സംഭവം, ആ ഒരു വിസ്മയ കാഴ്ച തന്നെ നമുക്ക് കാണാൻ അവിടെ കഴിഞ്ഞു. എന്നാൽ അല്പം കൂടി അത് പൂർത്തിയായിട്ടില്ല, ഇനിയും സംഭവങ്ങൾ കാണാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജി സൂചിപ്പിച്ച പോലെ അവരുടെ രണ്ടാം ഘട്ടം ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ള സൂചന തന്നെയാണ്. അല്പസമയം മുമ്പ് നമ്മൾ ആകാശത്ത് കണ്ട ആ വിസ്മയ കാഴ്ചകൾ. എന്തായാലും അജി കുഞ്ഞുമോൻ, എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം അജിയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ അല്പം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരാൾ. ആ ഭാഗത്തായിട്ട് തന്നെയാണ് അജി. അവിടെ നിന്ന് കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ അജിക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആതിര, പൂരലഹരിയിലേക്ക് പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തി. രണ്ടാം ഘട്ട വെടിക്കെട്ടാണ് ഇപ്പോൾ, സാമ്പിൾ വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി മണികണ്ഠനാൽത്തറയിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. തൃശൂർ പൂരലഹരിയിലേക്ക് പൂരത്തിന് മുന്നായുള്ള സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തി. ആകാശ വിസ്മയമാണ് ഇരു വിഭാഗങ്ങളും കാഴ്ചവെച്ചത്. ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മണികണ്ഠനാൽത്തറയിൽ നിന്നും അജയ് കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, പാറമേക്കാവിന്റെ രണ്ടാം ഘട്ട വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? ആതിര, വെടിക്കെട്ട് സമാപിച്ചിരിക്കുന്നു. സാമ്പിൾ വെടിക്കെട്ട് പൂർണ്ണമാണ്. ഒരു ഘട്ടമായിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത്. വെടിക്കെട്ട് ഇപ്പോൾ പൂർണ്ണമായി. പാറമേക്കാവാണ് അതിഗംഭീരമായി തന്നെ ഓരോ പൂരപ്രേമികളും പറയുന്നത്. പാറമേക്കാവാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിൽ വർണ്ണശബളമായ കാഴ്ചകൾ ഒരുക്കിയത്. പാറമേക്കാവ് വിഭാഗമാണ് എന്നാണ് പൂരപ്രേമികൾ വന്നടങ്ങൾ പറയുന്നത്. പാറമേക്കാവിന്റെ വെടിക്കെട്ടാണ് നമ്മൾ രണ്ടാമത് കാണുന്നത്. അത്രയും വളരെ മനോഹരമായി തന്നെയായിരുന്നു പാറമേക്കാവ് ഈ ഒളിപ്പിച്ചു വെച്ചിരുന്ന സസ്പെൻസുകളെല്ലാം പുറത്തെടുത്തത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയും. അത്രയും മനോഹരമായി തന്നെയായിരുന്നു പാറമേക്കാവിന്റെ വെടിക്കെട്ട്. ഒപ്പം തന്നെ മഴ ചെറിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കിയിരുന്നുവെങ്കിൽ, പക്ഷേ അത്തരത്തിൽ ആശങ്കയ്ക്കൊന്നും ഇവിടെ വെക്കാതെ തന്നെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് വളരെ മനോഹരമായി തന്നെ ഇവിടെ പരിസമാപിച്ചിരിക്കുകയാണ്. ഇനി നാളെ നെയ്തിലക്കാവിലമ്മ തെക്കോട്ടിറക്കുന്നതോടുകൂടെ തന്നെ ഈ പൂരത്തിന് തുടക്കം കുറിക്കുന്നു. സാമ്പിൾ വെടിക്കെട്ടോട് തന്നെ പൂരം ആരംഭിച്ചു എന്ന് പറയാം. പൂരത്തിന് നാളെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നത് നാളെ നെയ്തിലക്കാവിലമ്മ തെക്കോട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂരത്തിന് തുടക്കമാകും. ഏതായാലും വർണ്ണശബളമായ ഒരു കാഴ്ച തന്നെ ഇരു വിഭാഗം, തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഭാഗത്ത് നിന്ന് വളരെ മനോഹരമായി തന്നെ ഒരു ദൃശ്യവിസ്മയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാതെ കാഴ്ചയിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ആവേശം തന്നെയായിരുന്നു പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം. കാരണം കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ തവണ ഉപേക്ഷിച്ചിരുന്ന ആ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് ഇത്തവണ വളരെ മനോഹരമായി തന്നെ വരുന്ന പകയായിരുന്നു കഴിഞ്ഞ തവണ വെടിക്കെട്ട് കാണാൻ പൂരപ്രേമിക്ക് കഴിഞ്ഞിരുന്നത്. എന്നാൽ അതിന്റെ ആ ഒരു ആവേശം എത്തിക്കാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അതെല്ലാം തന്നെ ഇത്തവണ പാറമേക്കാവ് തങ്ങളുടെ വിസ്മയം അവർ തീർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയുമ്പോൾ അത്രയും വളരെ മനോഹരമായി തന്നെ പാറമേക്കാവ് ഇത്തവണത്തെ വെടിക്കെട്ടിൽ കാണിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. വളരെ മനോഹരമായി തന്നെ പാറമേക്കാവ് തങ്ങളുടെ വിസ്മയം, വർണ്ണവിസ്മയം എടുത്തുകൊണ്ടിരുന്നതിൽ പറയാം. ആതിര,
തൃശൂർ പൂരലഹരിയിലേക്ക് പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തി. ഓരോ വിഭാഗത്തിനുമായി 2000 കിലോ വീതമാണ് പൊട്ടിക്കാനുള്ള അനുമതി നൽകിയത്. തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവും ഇഞ്ചോടിഞ്ചുള്ള ആകാശ വിസ്മയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഒപ്പത്തിനൊപ്പമുള്ള ആകാശ വിസ്മയങ്ങൾ കാഴ്ചവെച്ചു. തൃശൂർ പൂര ലഹരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശൂർ പൂര വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. തൃശൂർ പൂര ലഹരിയിലേക്ക് എത്തിക്കുകയാണ്. പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയായി. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തി. ഓരോ വിഭാഗത്തിലുമായി 2000 കിലോ വീതമാണ് പൊട്ടിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നത്. പൂരനഗരിയിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു